പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു പദമാണ് ഡീൽ എന്നുള്ളത്. ആരോപിക്കപ്പെട്ടിരുന്നത് ഇവിടുത്തെ CPIM-ഉം BJP-യും ഡീൽ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു പ്രചരണം തന്നെ കൊണ്ടുവന്നത് ഇവിടുത്തെ UDF സംവിധാനങ്ങളും BJP-യും തമ്മിലുള്ള ഡീലിനെ മറയ്ക്കാനാണ് എന്നുള്ളത് കാര്യങ്ങളെ കൃത്യമായി വീക്ഷിക്കുന്ന ആളുകൾക്ക് അന്ന് തന്നെ തിരിച്ചറിയപ്പെട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഭരണം കിട്ടി UDF സംവിധാനം 102 സീറ്റും 3 സീറ്റ് BJP-യും എന്നുള്ളതിൽ നിന്ന് മാറി 105 സീറ്റോടുകൂടി ഭരിക്കുന്ന ഒരു പ്രവണതയാണ് കേരള സംസ്ഥാനത്തൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്തൊരു ഉദാഹരണമാണ് MG സർവകലാശാലയിലേക്ക് നടന്ന വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പ്. അതിനുശേഷം നടന്ന 30 അംഗ സെനറ്റിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്, നോമിനേഷൻ എന്ന് പറയുന്നത്. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് കൊച്ചി സർവകലാശാലയ്ക്ക് കീഴിൽ നന്നായി അറിയപ്പെടുന്ന ഒരു സംഘപരിവാറിൻ്റെ നേതാവ് മാവൂദ് എന്ന് പറയുന്ന ആൾ MG സർവകലാശാലയുടെ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വരികയാണ്. ഇതിനു മുമ്പൊക്കെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പാനൽ തയ്യാറാക്കി 3 പേരുടെ ലിസ്റ്റ് സെർച്ച് കമ്മിറ്റി മുഖേന ഗവർണർക്ക് കൈമാറി ആ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയതെന്നുണ്ടെങ്കിൽ ഇത്തവണ അത്തരത്തിലേക്കുള്ളൊരു നിർദ്ദേശം പോലും സർക്കാർ നൽകാതെ ഗവർണർക്ക് തന്നിഷ്ടപ്രകാരം നിയമനം നടത്താനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് 30 അംഗ സെനറ്റിൽ, 30 അംഗ സെനറ്റ് എന്ന് പറയുന്നത്, സെനറ്റാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ നിയമനിർമ്മാണങ്ങൾ, സമ്പത്ത് ചെലവഴിക്കുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംഗീകാരം തുടങ്ങി എല്ലാ മേഖലകളിലും ഏറ്റവും ഉന്നത തീരുമാനമെടുക്കാൻ കഴിവുള്ള സംവിധാനമാണ് സെനറ്റ്. ആ സെനറ്റ് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങളെപ്പോലും പുനഃപരിശോധിക്കാനുള്ള വേദിയാണ് സെനറ്റ്. ആ സെനറ്റിൽ 19 പേരെയും നിയമിച്ചിരിക്കുന്നത് ഗവർണറാണ് എന്നുള്ളതാണ്. അത് കേവലം ആളുകൾ മാത്രമല്ല, ഏതെങ്കിലും അക്കാഡമിക് സ്പെഷ്യലിസ്റ്റുകളല്ല എന്നുള്ളതാണ്. BJP-യുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, പ്രമീള ദേവിയെ പോലെ പാലായിൽ നിന്ന് മത്സരിച്ച ഒരാളെപ്പോലും തിരികെ കയറ്റി 19 അംഗ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തെ നേരിട്ട് 30 അംഗ സെനറ്റിൽ 19 ആളുകളെയും തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും MG സർവകലാശാലയിലെ കോളേജുകളുടെ അംഗീകാരം പോലും കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇനി മുതൽ BJP ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഡീലിനെതിരെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റോജി M. ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പ് കണക്കെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. VD സതീശനും ഗവർണറും ഭരിക്കുന്ന, അല്ലെങ്കിൽ BJP-യും ഭരിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയാകെ RSSന് അടിയറവ് വയ്ക്കാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനവിഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്.